അച്ഛൻ വെച്ചിട്ട് 17 വർഷം. അപ്പൊ ഞാനൊക്കെ ഏത് കാലഘട്ടത്തിൽ ഈ സിനിമ കണ്ട് സ്കൂളിൽ വെച്ച് സ്ഥിരമായിട്ട് എന്നെ കളിയാക്കുന്ന ഒരുത്തനുണ്ടായിരുന്നു. എല്ലാ ഇന്റർവെല്ലിനും കാണുമ്പോഴത്തേനും പുരുഷ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് പോകും. ഞാനും ഇപ്പൊ അറിയപ്പെടുന്നത് പുരുഷുവിന്റെ മരുമകളെന്നാണ് അറിയപ്പെടുന്നത്. മകനാണെങ്കിലും കുഞ്ഞു പുരുഷു എന്ന് മിക്കവാറും ഉള്ളവരെല്ലാം വിളിക്കും. അബുദാബി കുഞ്ഞു പുരുഷു. ജഡ്ജിയുടെ മുമ്പിൽ നിന്ന് അതിനകത്ത് നിന്ന് കരഞ്ഞതൊക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. പട്ടാളം പുരുഷു കാണും. പട്ടാളം പുരുഷൻ എപ്പോഴും നമുക്ക് ആ ഒരു റെഫറൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇഷ്ടമാണ്. ജഗതിയുടെ ഒറ്റ ഡയലോഗില് പുരുഷുമാണ് ശരിക്കും സ്റ്റാർ. ഇതെന്താ നിങ്ങൾ രണ്ടൊരു സിനിമ ഒന്നും തിരഞ്ഞെടുക്കാതെ രണ്ടും രണ്ട് അല്ലെങ്കിൽ താല്പര്യം ഉണ്ടായിരുന്നു? സിനിമാക്കാർക്കൂടെ തോന്നട്ടെ. അപ്പോൾ 5ാം ക്ലാസ് ഒക്കെ എത്തിയപ്പോഴത്തേനും അമ്മ ഇങ്ങനെ എപ്പോഴോ പറഞ്ഞപ്പോഴത്തേനും അമ്മ പറഞ്ഞാൽ പൈലറ്റ് ആണെങ്കിൽ ഒരുപാട് പഠിക്കാനുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, നല്ല രീതിയിൽ പഠിക്കുകയൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ചേരം ആലോചിച്ചിട്ട് പറഞ്ഞു എന്നാൽ കുഴപ്പമില്ല, ടാക്സി ഡ്രൈവർ ആയാലും മതി എന്ന് പറഞ്ഞു. അതായിരുന്നു നമ്മുടെ അംബീഷന്റെ ഒരു ലെവല്. അപ്പൊ ഒരുപാട് പേരുടെ അടുത്ത് പോയിട്ടുണ്ട്. ഈ പഴയ ആൾക്കാർക്കുള്ള ഒരു ലിമിറ്റേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാരും അങ്ങനെ വലിയ പടങ്ങൾ ഇപ്പൊ ചെയ്യുന്നില്ല. എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ജനറേഷനിൽ ഉണ്ടായിരുന്ന ഡയറക്ടേഴ്സിൽ ജോഷി സാർ ചെയ്യുന്നുണ്ട്, പക്ഷെ അതും ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾക്കൊരു നെപ്പോക്കിഡിനെ നഷ്ടമായല്ലോ. നടൻ ജെയിംസ് ചാക്കോ സാറിന്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമസ്കാരം. അദ്ദേഹത്തിന്റെ ഭാര്യ, അമ്മയുടെ പേരെങ്ങനെയാ? ജിജി. ജിജി. മോള് അല്ലെ? ജിലു. ജിലു, നല്ല പേര്. പേര് ജോസിൻ. ജോസിൻ, മകന്റെ ഭാര്യ അല്ലെ? ജിക്കു. ജിക്കു. ജിജി, ജിക്കു, ജിലു. ഓക്കെ. അച്ഛന്റെ പേര് പറഞ്ഞാൽ ആർക്കും അറിയില്ല. എനിക്ക് തോന്നുന്നു ഏകദേശം 250ഓളം ചിത്രങ്ങളിൽ അച്ഛൻ അഭിനയിച്ചു 30 വർഷം കൊണ്ട്. 30 വർഷം സിനിമയിൽ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അമ്മ ഓർക്കുന്നുണ്ടോ അച്ഛൻ ഈ സിനിമ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അമ്മയോട് പറഞ്ഞത്? ഈ മീശമാധവൻ അഭിനയിക്കാൻ പോയ സമയം അന്നേരം വെയിറ്റ് കുറയ്ക്കണമെന്ന് പറഞ്ഞു. നല്ല തടിയുണ്ടായിരുന്നു അന്നേരം, തടിയും വയറും ഒക്കെ ഉണ്ടായിരുന്നു. പട്ടാളക്കാരനാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് കുറയ്ക്കണമെന്നും പറഞ്ഞുകൊണ്ട് വെയിറ്റ് ഒക്കെ കുറച്ച് വയറും ഒക്കെ കുറച്ചായിരുന്നു. കഥയൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ചില സമയത്ത് ഒന്ന് എന്തെങ്കിലും അങ്ങനെ പറയുമല്ലോ. ശരിക്കും ഇവര് എന്റെ നാട്ടുകാരും കൂടെ കോട്ടയംകാരാണ്. കോട്ടയം കടുത്തുരുത്തിയാണ് ശരിക്കും. സാറിന്റെ ജനിച്ച് വളർന്നതൊക്കെ കടുത്തുരുത്തിയിലാണ്. കടുത്തുരുത്തിക്കാരാണ്. അപ്പൊ ഞാൻ ഒരിക്കല് ജിക്കുവിന്റെ പോസ്റ്റ് കണ്ടു, അച്ഛൻ മരിച്ചിട്ട് 16 വർഷമായിരുന്നു. അപ്പോഴാണ് ജിക്കു നമ്മള് കഴിഞ്ഞ വർഷം ഞാൻ അപ്പോഴോർക്കുന്നത് ഞാൻ മരിച്ചുപോയോ അങ്ങനെ ഒന്നും ഓർക്കുന്നില്ല. അന്നേരപ്പോഴാണ് ഞാൻ ശരിക്കും ജിക്കുവിനെ കോണ്ടാക്ട് ചെയ്യുന്നത്. അങ്ങനെ അച്ഛൻ വെച്ചിട്ട് 17 വർഷം. അപ്പൊ ഞാനൊക്കെ ഏത് കാലഘട്ടത്തിൽ ഈ സിനിമ കണ്ട് പോയി. നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിരുന്നു? അന്ന് തിയേറ്ററിൽ പോയി കണ്ടു നോക്കുന്നുണ്ട്. 2002 തോന്നുന്നു. അപ്പൊ അന്ന് ഞാൻ 2nd സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയം. അത്രേ ഉള്ളൂ. എന്നിട്ട് ഈ 2nd സ്റ്റാൻഡേർഡിൽ എന്തും മനസ്സിലാവും. ജിക്കുവിന് ഓർമ്മയുണ്ട്. ഞാൻ 10th കഴിഞ്ഞതായിരുന്നു. അപ്പൊ ആ സമയത്ത് സിനിമ ഇറങ്ങുന്നത്. അപ്പൊ ഓൾറെഡി +1 +2 ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം. അപ്പൊ +2 സമയത്ത് തന്നെ അങ്ങനെ ഒരു വിളിപ്പേര് കിട്ടി, പുരുഷു എന്നുള്ളത്. അപ്പൊ സ്കൂളിൽ വെച്ച് പുരുഷന്റെ മകൻ എന്നാണോ പുരുഷു ചുമ്മാ പുരുഷു എന്ന് വിളിക്കും. പിന്നെ സ്കൂളിൽ വെച്ച് സ്ഥിരമായിട്ട് എന്നെ കളിയാക്കുന്ന ഒരുത്തനുണ്ടായിരുന്നു. എല്ലാ ഇന്റർവെല്ലിനും കാണുമ്പോഴത്തേനും പുരുഷ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്. അപ്പോഴൊക്കെ സങ്കടമായിരുന്നോ സന്തോഷമായിരുന്നു? സങ്കടമൊന്നുമില്ല. ഒക്കെ നമ്മളെ എന്തായാലും നമ്മളിപ്പോ ആ ഒരു പ്രായത്തില് നമ്മളെ ആരും റെക്കഗ്നൈസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. അച്ഛനെ ഇങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. സങ്കടമൊന്നുമില്ല, നമ്മളത് തമാശയായിട്ട് തന്നെ എടുക്കാറുള്ളൂ. ഇപ്പൊ ഒരുപാട് ട്രോൾസിലൊക്കെ അത് കാണാറുള്ള. നിങ്ങളെ സംബന്ധിച്ച്, അമ്മയൊക്കെ സംബന്ധിച്ച് മരിച്ചുപോയി 17 വർഷമായെന്ന് പറഞ്ഞാലും സ്ഥിരം നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം. തീർച്ചയായിട്ടും അതൊരു വലിയ ഭാഗ്യമാണ്, സത്യം. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് വീഡിയോസ് കാണാം. അമ്മ ഇടയ്ക്ക് എന്തെങ്കിലും കാണണം, മിസ് ചെയ്യണം എന്നൊക്കെ തോന്നുമ്പോൾ സിനിമ വല്ലതും കാണാറുണ്ടോ? സിനിമ ഞാൻ മിക്കവാറും കാണാറുണ്ട്. സിനിമ എനിക്ക് ഭയങ്കര ഒരു ഇറങ്ങുന്ന ഒറ്റ സിനിമ പോലും ഇടത്തില്ല. ഇപ്പൊ ഇറങ്ങുന്നത് പണ്ടും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. അച്ഛൻ അഭിനയിച്ച സിനിമകളെ കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടായിരുന്നോ സാറാ? വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലും അങ്ങനെ പറയുമായിരുന്നു. എനിക്ക് തോന്നുന്നു ജോഷി സാറിന്റെ ഒക്കെ ഒരു സ്ഥിരം സാന്നിധ്യമായിരുന്നു അല്ലേ? ജോഷി സാർ ഏത് സിനിമയുണ്ടെങ്കിലും ചേട്ടനെ വിളിക്കുമായിരുന്നു. ചിലപ്പം ഒരു സീനായിരിക്കും, എന്നാലും വിളിക്കും. നല്ല ബന്ധമായിരുന്നു. നല്ല ബന്ധമായിരുന്നു. എന്ത് പറ്റിയതാ പെട്ടെന്നൊരു കാർഡിയാക് അറസ്റ്റ്? അങ്ങനെ വലിയ അസുഖങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. വീട്ടിലായിരുന്നു? ചേട്ടന്റെ വീട്ടിലായിരുന്നു, കടുത്തുരുത്തിയിൽ. രാവിലെ പുറത്തേക്ക് പോകാൻ വേണ്ടിട്ട് റെഡിയായി ഇറങ്ങി ഇരുന്നപ്പോഴത്തേനും ചെറിയ നെഞ്ചുവേന വന്നു. അപ്പം ചേട്ടന്റെ മോനോട് പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന വഴിക്ക്
സംഭവിച്ചു. ഇയാളുടെ വീട് എവിടെയാ? എന്റെ വീട് പന്തളം. പന്തളം. പന്തളത്ത് പാറ്റൂരെന്ന് പറയും. ആ, പപ്പയുള്ളപ്പോ തന്നെയാണ് കെട്ടിയിട്ട് പോകുന്നത്? അല്ലല്ല, അതൊക്കെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷം ആവുന്നേ ഉള്ളൂ. ഓ, 4 വർഷം ആവുന്നതേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ആലോചന വന്നേ എങ്ങനെയാ? ആലോചന വന്നത് എന്റെ കസിന്റെ ഫ്രണ്ടാണ് ഇച്ച. അപ്പൊ അങ്ങനെ നമ്മള് നേരത്തെ അറിയായിരുന്നു. പിന്നെ അതൊരു കല്യാണമായിട്ട് വന്നു. കല്യാണമായിട്ട് വന്നപ്പോ പിന്നെ പ്രശ്നമൊന്നുമില്ല. പേരൻസിന്റെ അടുത്ത് പറഞ്ഞപ്പോഴാണെങ്കിലും ഇങ്ങനെ ഇന്നാളുടെ മകനെന്ന് കേൾക്കുമ്പോൾ തന്നെ വലിയ സന്തോഷമാണല്ലോ. പിന്നെ ഞാനും ഇപ്പൊ അറിയപ്പെടുന്നത് പുരുഷുവിന്റെ മരുമകൾ എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാരും അങ്ങനെ മകൻ മരുമകള് ഭാര്യ. മകനാണെങ്കിലും കുഞ്ഞു പുരുഷു എന്ന് മിക്കവാറും ഉള്ളവരെല്ലാം വിളിക്കുന്നത്. അബുദാബി കുഞ്ഞു പുരുഷു. അതെ. ഹായ് ഹായ് പറ. ഹായ് പറഞ്ഞേ. ഹലോ പറഞ്ഞേ. കശി ഇത് നല്ല മൂഡിലല്ല, എന്തോ ചെറിയൊരു ഇളക്കം. റെഡി ആയിരിക്കണോണ്ട് പുറത്തു പോകാനാണെന്നുള്ള ഒരു പ്രതീക്ഷയില്ല. പുള്ളിക്ക് എന്തോ ഒരു ഭയങ്കര പ്രശ്നമുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ആള് സ്മാർട്ടൊക്കെയാ. നെടുമുടി വേണുവിന്റെ മാനേജറായിട്ട് വന്നു. അത് ഈ സിനിമ ആദ്യമേ. അതിനുശേഷം അഭിനയിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ഇല്ലായിരുന്നു? അല്ല, അഭിനയിക്കാൻ തുടങ്ങിയ ആദ്യകാലത്ത് കുറെ നാള്. അത് എന്റെ കല്യാണം ഒക്കെ കഴിയുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ കല്യാണം കഴിയുമ്പോ നടനായിരുന്നു? ആയിരുന്നു. നടനായിട്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഡബിങ് ആർട്ടിസ്റ്റ് എന്ന് ആയിരുന്നു അറിഞ്ഞിരുന്നത്. ഡബിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ഓ, ആർക്കൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട്? അതെനിക്ക് തോന്നുന്നു ഈ സൈഡ് റോളിലുള്ള കുറെ പേർക്ക് ഒരുമിച്ചിട്ട് ഒരു സമയത്ത് 4-5 പേർക്കൊക്കെ അങ്ങനെ. ഓ, ഈ ക്രൗഡ് നിൽക്കുമ്പോ ക്രൗഡിലുള്ള ആളല്ലാതെ വ്യത്യസ്തമായ സൗണ്ട്. അങ്ങനെ. ഈ കടുത്തുരുത്തിയിലല്ലേ അവരുടെ വീട്? ജനിച്ചു വളർന്നൊക്കെ. പിന്നെ എങ്ങനെ സിനിമയിലേക്ക് എത്തിയത്? അവിടുന്ന് ഈ സിനിമാ മോഹം കേറിയിട്ട് കോടമ്പക്കത്തേക്ക് വണ്ടി വിട്ടു. ചെന്നൈയിലോട്ട് പോയത്. ചെന്നൈയിലേക്ക് വണ്ടി വിട്ടിട്ട് എന്നിട്ട് അവിടെ പോയിട്ട് ശ്രീനിവാസൻ അവര് ഒരുമിച്ചായിരുന്നു, ഒരു റൂമിലായിരുന്നു. ഓ, ഇവരെല്ലാം ഒരുമിച്ച് ഒരു റൂമിലായിരുന്നു. എന്നിട്ട് പിന്നെ ഈ ഒരു പ്രൊഡക്ഷൻ മാനേജർ ഉണ്ടല്ലോ, KR ഷൺമുഖം എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അപ്പം അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടു. അങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത്. അച്ഛൻ പോകുമ്പോ നിങ്ങള് സ്റ്റേബിൾ ആയിരുന്നോ? സ്റ്റേബിൾ അല്ല. അന്നേരം അമ്മ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ സമയമായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഒരു ഷോക്ക്, എന്ത് ചെയ്യണം എന്നുള്ളത് അറിഞ്ഞുകൂടാത്തൊരു ഷോക്കായിരുന്നു. പിന്നെ പതുക്കെ പറഞ്ഞ പോലെ ലൈഫ് ഹാസ് ടു ഗോ എന്ന് പറയില്ലേ. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പതുക്കെ പോയി. ഞാനും ജോലി ചെയ്യാൻ തുടങ്ങി. പിന്നെ പതുക്കെ 2 ജോലിയൊക്കെ ആയിട്ടൊന്ന് ഒരുവിധം ഒന്ന് സെറ്റ് ആയപ്പം അവള് പഠിക്കുവാണ്. ആ സമയത്ത് ചെറുതായിരുന്നു. അപ്പൊ പഠിത്തമൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മള് ഓരോ രീതിയിൽ ഇങ്ങനെ ഡൈവേർട്ടായി. പിന്നെ ഒരു 2014 കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ എങ്ങനെയൊക്കെ പോകുന്നു ഓരോ ദിവസം, ഡേ ബൈ ഡേ. തീർച്ചയായും നമ്മള് നന്നായിട്ട് ജീവിക്കാനാണല്ലോ അവര് കഷ്ടപ്പെട്ടത്. ഇപ്പൊ ന്യൂഡൽഹി സിനിമയിൽ നല്ല ഒരു കഥാപാത്രം ചെയ്തത് മാത്രമല്ല, ഇവിടെ സക്സസിന്റെ ആണെന്ന് തോന്നുന്നു ഇവിടെ ഒരു ഇതിരിപ്പുണ്ട്. ന്യൂഡൽഹി സിനിമ അമ്മ പോയി കണ്ടിരുന്നോ? ഞങ്ങൾ രണ്ടും കൂടെയാണ് പോയി കണ്ടത്. അപ്പൊ ന്യൂഡൽഹി സിനിമ കണ്ടപ്പം എന്തായിരുന്നു? കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു. അമ്മ ഒരിക്കലും അഭിപ്രായം പറയത്തില്ലേ ഇത് കൊള്ളത്തില്ല അല്ലെങ്കിൽ ഇത് കൊള്ളാം? ചിലത് ഞാനിങ്ങനെ പറയും. ചിലത് അഭിനയം കൊള്ളാവോ എന്നല്ല, നമുക്ക് ചില കഥാപാത്രം അയ്യോ അത് വേണ്ടായിരുന്നല്ലേ അച്ഛൻ, അത് ചെയ്യണ്ടായിരുന്നു എന്ന്. അങ്ങനെ എനിക്ക് തോന്നിയത്, ഒത്തിരി സങ്കടം വന്നത് ജഡ്ജിയുടെ മുമ്പിൽ നിന്ന് അതിനകത്ത് നിന്ന് കരഞ്ഞതൊക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. അങ്ങനെ. പിന്നെ ഊഹക്കച്ചവടം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു കള്ളനോ മറ്റോ ആയിരുന്നു. അതിനകത്ത് ഇങ്ങനെ ഇത് കള്ളം തെളിയിക്കാൻ വേണ്ടിയിട്ട് ബാലേന്ദ്രമേനോൻ അയൺ ബോക്സ് ചൂടാക്കിയിട്ട് ഇങ്ങനെ പുറത്തിങ്ങനെ വെക്കുന്നതുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോ ഇച്ചിരി സങ്കടം വന്നു. പറഞ്ഞിട്ടില്ല അത് പിന്നെ നമുക്ക് സങ്കടം വന്നാലും അറിയാലോ അത്. അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് യെസ് ഓണർ എനിക്കും ഇഷ്ടമല്ല. ഞാനത് ഒറ്റവട്ടം കണ്ടതേ ഉള്ളൂ. പിന്നെ അപ്പയുടെ ആ ഒരു രൂപവും ആ സിനിമയോട് എന്തോ എനിക്ക്, ആ സിനിമയോടല്ല അപ്പയുടെ കഥാപാത്രത്തിനോട് എന്തോ ഒരു അങ്ങനെ കാണാൻ ഇഷ്ടമില്ല. ബാക്കിയെല്ലാം പത്രം സിനിമയിൽ അപ്പനെ ഇങ്ങനെ പായല് ചുരുട്ടി കൊന്നിട്ട് ഇങ്ങനെ ഇതാക്കുമല്ലോ. അപ്പൊ അത് ഭയങ്കര വിഷമം. അതും പിന്നെ അങ്ങനെ കാണാൻ അങ്ങനെ ഇഷ്ടമില്ല. പക്ഷെ പട്ടാളം പുരുഷ കാണും. പട്ടാളം പുരുഷനെ എപ്പോഴും
എപ്പോഴും നമുക്ക് ആ ഒരു റെഫറൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് കൂടുതൽ അങ്ങനെ സീസൺ സിനിമയിലെ അതൊക്കെ വീണ്ടും വീണ്ടും കാണാൻ എനിക്ക് ഇഷ്ടമാണ്. ഈ നെഗറ്റീവ് റോൾ വരുമ്പോൾ നമുക്ക് എന്തോ ഒരു വിഷമം തോന്നല്ലോ, അടിയിടിയൊക്കെ കിട്ടുമ്പം അപ്പയാണല്ലോ എന്നോർക്കുമ്പോ ഒരു വിഷമം. പിന്നെ സിനിമയല്ലേ, കുഴപ്പമില്ല. എന്നാ പോലും ഇപ്പൊ ചില പടങ്ങൾ അതിപ്പോ എത്ര സിനിമയാണെന്ന് പറഞ്ഞാലും ശരി രണ്ടാമത് നമുക്ക് കാണാൻ പറ്റത്തില്ല. ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ കുറച്ചുകൂടെ അങ്ങനെ സങ്കടം വരുന്നത്. ഇപ്പൊ പിന്നെ കുഴപ്പമില്ല. എന്നാ ഇന്ന് പോയി ചെന്ന് പടം കാണിക്കാം. ദിലീപിന്റെ ഒന്ന് രണ്ട് റെഫറൻസ് ആണെന്ന് തോന്നുന്നു. ഈ ആള് വരുന്നതിന് മുന്നേ പുരുഷേട്ടൻ അവിടെ ഇല്ല. പുരുഷേട്ടൻ ലീവിന് വരുമ്പോ ക്യാരക്ടർ അറിയില്ല. അവരുടെ ഒരു എന്താ പറയുന്ന ടീം വർക്ക് എന്ന് പറയാം. ലാൽ ജോസ് സാറിന്റെ ജയചേട്ടനും ദിലീപ് ഏട്ടനും അപ്പയുടെയും 3 പേരുടെയും കൂടെ ഒരു മൊത്തത്തിലുള്ള ഒരു ടീം വർക്ക് ഉണ്ട് അതിനകത്ത്. കാരണം അവരുടെ ഒരു സിങ്കും കൂടെയാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് ഒരിക്കലും കാണിക്കുന്നില്ല, നമ്മൾ അറിയുന്നേ ഇല്ല. സരസുവിന്റെ അടുത്ത് ചെല്ലണം മൊമെന്റ് വരെ നമുക്കറിയില്ല പുരുഷന് വന്നു ഇയാളാണ് പുരുഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പപ്പയാണ് പുരുഷൻ നമ്മളോട് പറയുന്നില്ലല്ലോ. നമ്മള് പുരുഷനും ഭയങ്കര അതിലൊക്കെ ഇങ്ങനെ ഒരു ഫിഗർ വന്നിട്ട് ആ മീശ കാണിക്കുമ്പോ തന്നെ നമുക്ക് ചിരിയും വരും ഒരേ സമയം. ഇതോ ഒരു ക്യാരക്ടർ പെട്ടെന്ന് വരുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ. ജഗതിയുടെ ഒറ്റ ഡയലോഗില് പുരുഷമാണ് ശരിക്കും സ്റ്റാർ. ഇന്ന് ഞാൻ പറഞ്ഞില്ല, നമുക്ക് പോലും അങ്ങനെ ഓർക്കും. ഇപ്പം പത്രത്തിന്റെ കാര്യം പറയുമ്പോഴാണ് ശരിയാണ്, അയ്യോ അങ്ങനെ ഒരു നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ സ്പേസ് കൂടുതൽ അങ്ങനെയുള്ള ഈ പറഞ്ഞ സീസൺസിനകത്തൊക്കെ ഒരുപാട് സ്ക്രീൻ സ്പേസ് ഉണ്ട്. പക്ഷെ ഈ പത്രത്തിനകത്തും ഒരുപാട് സ്ഥലങ്ങളിൽ അതിന്റെ ഏകദേശം ഫസ്റ്റ് ഹാഫ് തീരുന്നത് വരെ തന്നെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് അതിനകത്ത്. അത് വെച്ച് നോക്കുമ്പോൾ മീശമാധവനകത്ത് വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ എപ്പോഴും രജിസ്റ്റർ ആവുന്നത് പട്ടാളം പുരുഷു എന്നുള്ളൊരു ക്യാരക്ടർ. ഇതെന്താ നിങ്ങൾ രണ്ടു സിനിമ ഒന്നും തിരഞ്ഞെടുക്കാതെ രണ്ടിനുണ്ട് അല്ലെങ്കിൽ താല്പര്യം ഉണ്ടായിരുന്നോ? സിനിമാക്കാർക്കൂടെ തോന്നണ്ടേ? അല്ല, നിങ്ങൾ ട്രൈ ചെയ്തില്ലായിരുന്നു? അങ്ങനെ തോന്നൽ എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് വന്നിട്ടില്ല. പിന്നെയും ശബ്ദം എന്തെങ്കിലും 1-2 ഇടത്തൊക്കെ കൊടുക്കാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ശബ്ദം അല്ലാതെ ചേട്ടനാ കൂടുതലും അഭിനയിക്കാൻ ഇഷ്ടം. ചേട്ടൻ പറഞ്ഞോ സിനിമാക്കാർക്ക് അല്ല, അത് ചെറുപ്പം തൊട്ട് ആദ്യം എനിക്ക് ആഗ്രഹം പൈലറ്റ് ആവണമെന്നായിരുന്നു. കുഞ്ഞിലെ വളരെ ചെറിയ ക്ലാസ്സിൽ പൈലറ്റ് ആവണമെന്നായിരുന്നു. അപ്പോൾ 5ാം ക്ലാസ് ഒക്കെ എത്തിയപ്പോഴത്തേനും അമ്മ ഇങ്ങനെ എപ്പോഴോ പറഞ്ഞപ്പോഴത്തേനും അമ്മ പറഞ്ഞാൽ പൈലറ്റ് ആവണമെങ്കിൽ ഒരുപാട് പഠിക്കാനുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, നല്ല രീതിയിൽ പഠിക്കുകയൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ചേരം ആലോചിച്ചിട്ട് പറഞ്ഞു എന്നാ കുഴപ്പമില്ല, ടാക്സി ഡ്രൈവർ ആയാലും മതി എന്ന് പറഞ്ഞു. അതായിരുന്നു നമ്മുടെ അംബീഷന്റെ ഒരു ലെവല്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഈ പറഞ്ഞ പോലെ സിനിമകളും അതുമൊക്കെ അപ്പൻ്റെ ഒരു ഇതൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് ബേസിക്കലി ആഗ്രഹം അഭിനയിക്കണം എന്ന് തന്നെ ആയിരുന്നു. ഇപ്പോഴും ആണ്. അത് പറയുന്നറിയോ, ഞാൻ അവിടെയും പല പല പരിപാടികളും മറ്റേ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാനെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് പോകും. അപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേനും ചോദിക്കും ഇതിനെങ്ങാനും അവസാനം ഉണ്ടോ, അന്വേഷിച്ചു വെച്ചു. വെളിയിൽ ഇറങ്ങിയിട്ടുണ്ടോ ഷോർട്ട് ഫിലിം? പിന്നെ ഷോർട്ട് ഫിലിം 3-4 നന്നായിട്ട് ഓടിയിട്ടുണ്ട്. പിന്നെ ഇപ്പം 2 റിലീസിന്, ഒരു സീരീസും ഒരു ഷോർട്ട് ഫിലിമും വെയിറ്റിംഗ് ആണ് റിലീസ് ആവാനായിട്ട്. അങ്ങനെയുള്ള ചെറിയ പരിപാടികളൊക്കെ. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം നമ്മള് പറഞ്ഞു ജോഷി സാറിന്റെ ഒക്കെ പടത്തിൽ എന്താണെങ്കിലും അപ്പയ്ക്ക് ഒരു വേഷമുള്ളതാണ്. ഞാൻ ഇവിടെ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഒരുപാട് ഇതിന്റെ പുറകെ നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കുണ്ടായിരുന്ന എൻ്റെ അടുത്ത് എപ്പോഴും ഞാൻ സിനിമയിൽ അഭിനയിക്കണം എന്ന് പറയുമ്പോഴത്തേനും അപ്പ പറയുന്ന ഒരൊറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, നീ ആദ്യം പ്രൈമറി ആയിട്ട് ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം, ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതായിരുന്നു പുള്ളിക്കാരന്റെ കണ്ടീഷൻ. ഞാൻ എൻ്റെ ഡിഗ്രി എക്സാംസ് കഴിഞ്ഞു. ആ 2 മാസം കഴിഞ്ഞപ്പോഴത്തേനും അപ്പ മരിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആരെയും അറിയില്ല, ഫീൽഡിൽ എനിക്ക് ആരെയും അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അറിയത്തില്ല. കണ്ടു പരിചയമുണ്ടെന്നുള്ളതല്ലാതെ ചില ഈ മറ്റേ സ്റ്റേജ് ഷോസിനൊക്കെ പോയിട്ട് കണ്ടു പരിചയമുണ്ട്, അതേ ഉള്ളൂ. പിന്നെ ആകെ അറിയാവുന്നുണ്ടായിരുന്നത് ശ്രീനിയങ്കളിനെ ആയിരുന്നു. പുള്ളിക്കാരനെയൊക്കെ പോയി കണ്ട് സംസാരിക്കുകയും അതെല്ലാം ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ പിന്നെ ഈ ഇവിടെ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് പല പല രീതിയിൽ നമ്മൾ പലരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. സിനിമാക്കാരാണെങ്കിലും ചാനൽസിലാണെങ്കിലും പല ചാനലിലെ പല പരിപാടികൾക്കും നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ അസോസിയേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ സിനിമ കുറെ എല്ലാവരും പോകുന്ന പോലെ തന്നെ നമ്മളും ചാൻസ് ചോദിച്ച് ഒരുപാട് പേരുടെ അടുത്ത് പോയിട്ടുണ്ട്. ഈ പഴയ ആൾക്കാർക്കുള്ള ഒരു ലിമിറ്റേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാരും അങ്ങനെ വലിയ പടങ്ങൾ ഇപ്പൊ ചെയ്യുന്നില്ല. എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ജനറേഷനിൽ ഉണ്ടായിരുന്ന ഡയറക്ടേഴ്സിൽ ജോഷി സാർ ചെയ്യുന്നുണ്ട്, പക്ഷെ അതും ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്.
അപ്പോൾ അവരെ ഒന്നും ഇപ്പം ജോഷി സാറിനെ ഒന്നും എനിക്ക് കാണാൻ പോലും പറ്റിയിട്ടില്ല. ലാൽജു സാറിനെ വിളിക്കാറുണ്ട്, ഇപ്പോഴും കോണ്ടാക്ട് ഒക്കെ ഉണ്ട്. പുള്ളിയും ഇടയ്ക്ക് ഞാനിങ്ങനെ പറയുമ്പോഴത്തേനും എന്നോട് പറയുന്നത്, ഞാനിപ്പോൾ പടങ്ങളൊന്നും ചെയ്യുന്നില്ല, ഞാൻ ആകെ ചെയ്യുന്ന വല്ലപ്പോഴും പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷനോ പ്രൊഡക്ഷനോ ആണ് ചെയ്യുന്നത്, അല്ലാതെ ഞാൻ അങ്ങനെ ഡയറക്റ്റ് പടങ്ങൾ ഇപ്പം ചെയ്യുന്നില്ല എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ ലൈവായിട്ട് ആ ഒരു ഇൻഡസ്ട്രിക്കകത്ത് നിന്നാലേ നമുക്കിതിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള പേഴ്സണലി കുറച്ച് കാരണങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഇപ്പം ജോലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ കൂടെ നിൽക്കാനായിട്ടുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ല. അത് അന്നും ഇല്ലായിരുന്നു, ഇപ്പോഴും അതായിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇപ്പം നമുക്ക് കിട്ടുന്ന സാഹചര്യത്തിൽ കിട്ടുന്ന ചാൻസിൽ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അച്ഛന്റെ കോടമ്പകത്തെ കഥകളൊക്കെ കേട്ടിട്ടുണ്ടോ? ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പയുടെ പട്ടിണി കിടന്ന കഥ പരിചയമുള്ളവരുടെ അടുത്ത് പറയുമ്പോഴത്തേനും അവർ പറയായിരുന്നു, അപ്പനൊക്കെ ഒരുപാട് വർഷം അങ്ങനെ പോയി പട്ടിണി കിടന്നാണ്. പക്ഷെ അപ്പൊ ഞാൻ തിരിച്ചവരോട് ചോദിക്കുന്ന കാര്യം, ഇന്നിപ്പോ അവിടെ പോയി പട്ടിണി കിടന്ന അവിടെ കിടന്ന് പട്ടിണി കിടന്ന് മരിക്കുകയുള്ളൂ, നടക്കില്ല എന്നൊന്നും പറഞ്ഞിട്ട്. പക്ഷെ ഇന്ന് അന്നത്തെ കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. ഷോ നമുക്ക് അപ്രോച്ച് ചെയ്യാം. പക്ഷെ ഞങ്ങൾക്കൊരു നെപ്പോ കിഡിനെ നഷ്ടമായല്ലോ. നഷ്ടമായിട്ടില്ല, ഇപ്പോഴും ഉണ്ട്. തിരിച്ചു വരും അല്ലേ? എന്തെങ്കിലും പറഞ്ഞ പോലെ നമ്മുടെ ഒരു ആഗ്രഹമാണ് ഒരു 70mm കണ്ടിട്ട്. ഇപ്പം പറഞ്ഞ ശ്രീനി അങ്കിള് ധ്യാനും വിനീതിനും ഈസി ആയിട്ട് ഫിലിമില് വരാൻ പറ്റും. കാരണം ഇന്ന ആ ഒരാളുടെ ലേബലുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള സ്റ്റാർസിന്റെ പ്രണവ് ആയിക്കോട്ടെ, ദുൽഖർ ആയിക്കോട്ടെ, അവരൊക്കെ പറയും ഞങ്ങളാരും ഇനി അറ്റം വന്ന കാളിദാസ് ജയറാം ആണെങ്കിലും പറയും ഞങ്ങളാരും അച്ഛന്റെ പ്രേമിലല്ല വന്നേന്ന് പറയും. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു അച്ഛനുള്ളത് കൊണ്ടാണല്ലോ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും അങ്ങോട്ട് ചെല്ലുന്നതും സംവിധായകരാണെങ്കിലും ഇന്ന ആളെ വെച്ച് ചെയ്യുന്നത്. കാരണം മോഹൻലാലിന്റെ മകൻ, മമ്മൂട്ടിയുടെ മകൻ എന്നുള്ളൊരു ലേബൽ തന്നെ കിട്ടുമ്പോൾ അത് പകുതി ഡിസ്ട്രിബ്യൂഷൻ ആയി കഴിഞ്ഞു അവർക്ക്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മളെപ്പോലെ ഇപ്പൊ ഒരു സാധാരണക്കാരൻ, അതായത് ഇപ്പം ഇവരെന്നൊക്കെ പറയുന്നത് സഹനടന്മാര്, അവർ മെയിൻ ക്യാരക്ടേഴ്സ് അല്ലല്ലോ. അങ്ങനെയുള്ളവർക്ക് മക്കൾക്ക് ഇതുവരെ അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? കാരണം ഒരുപാട് ഈ തന്നെ ഉണ്ടല്ലോ ഒരുപാട് ആക്ടേഴ്സ്. അതൊരു പരിധിവരെ സത്യമാണ്. കാരണം അതാരുടെയും കുറ്റമല്ല, പക്ഷെ അങ്ങനെയാണ്. കാരണം ഇപ്പം പൈസ മുടക്കുന്നവരുടെ പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാലും അവർക്ക് എങ്ങനെയാണെങ്കിലും അതിലൊരു ബിസിനസ് ഉണ്ടല്ലോ. അപ്പൊ ആ ബിസിനസ് വർക്കൗട്ട് ആവണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ലൈം ലൈറ്റിലുള്ള ആൾക്കാരുടെ മക്കളാണെങ്കിൽ കുറച്ച് എളുപ്പമാണ് അത് വർക്കൗട്ട് ആവാനായിട്ട്. പിന്നെ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യുന്ന ആളാണെങ്കിൽ അതിന്റെ ഒരു ചെറിയ ബൂസ്റ്റപ്പ് സൈഡിൽ കൂടെ കൊടുക്കാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ. അല്ലാതൊരു വലിയ ബെനിഫിറ്റ് അതിനകത്തൊന്നും ഉണ്ടാവത്തുമില്ല. അപ്പം പിന്നെ ഇതിനകത്തൊരു ഈ പറയുന്ന പോലെ നമ്മൾ ലൈവായിട്ട് ഇൻഡസ്ട്രിക്കകത്ത് പലരുമായിട്ട് കണക്ട് ചെയ്ത് അതിൽ നിന്നാൽ മാത്രമേ നമുക്ക് ഇതിലുള്ള എന്തെങ്കിലും ഒരു ചാൻസ് വരത്തുള്ളൂ. അതൊരു സത്യാവസ്ഥയാണ്. അപ്പം ഈ പറയുന്ന ഈ മീഡിയം റേഞ്ചിൽ നിൽക്കുന്ന ആൾക്കാരുടെ എല്ലാം മക്കള് അവരെല്ലാവരും അവരവരുടെ ലൈഫ് എങ്ങനെയും സെറ്റിൽ ആക്കാനുള്ള ഒരു ഓട്ടത്തിലായിരിക്കും. അവർക്ക് അവരുടെ ഫാമിലി ആണെങ്കിൽ എല്ലാവർക്കും അത് തന്നെ ആയിരിക്കുമല്ലോ പ്രയോറിറ്റി. അപ്പം അവർക്ക് ഈ പറഞ്ഞ പോലെ ഓക്കെ അച്ഛൻ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഇറങ്ങിപ്പോവാം, ഓക്കെ ഫാമിലി നോക്കിക്കോളും എന്നുള്ളൊരു ഇതുണ്ടാവും, ബാക്കിയുള്ളത് നമ്മൾ നോക്കിയാൽ മതി എന്നുള്ളൊരു ഇത് വരും. അപ്പൊ അത് ഈ പറയുന്ന മീഡിയം റേഞ്ചിൽ നിൽക്കുന്ന ആക്ടേഴ്സിന് ഉണ്ടാവില്ല, ബേസിക് പൊതുവെ ഉണ്ടാകത്തില്ല. ഇപ്പം പിന്നെ കുറെ കൂടെ മോണിറ്ററി ബെനിഫിറ്റ്സ് ഉള്ളത് കൊണ്ട് ഇപ്പോഴുള്ളവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ജിക്കുവിന് വേണ്ടിട്ട് എവിടെയെങ്കിലും ചാൻസിന് ചോദിച്ചിട്ടുണ്ടോ? ഞാൻ അവന് ഫുൾ സപ്പോർട്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഞാൻ ആരോടും എന്ന് വെച്ചാൽ സിനിമാക്കാരുമായിട്ട് അങ്ങനെ ഒരു അടുത്ത റിലേഷൻ അങ്ങനെ ആരുമായിട്ടും അങ്ങനെ ഇല്ല. ആരുമായിട്ടും അങ്ങനെ ഇല്ല. ഒരു സിനിമാക്കാരന്റെ ഭാര്യയല്ല, ഒരു ജെയിംസിന്റെ ഭാര്യ അല്ലേ, ജെയിംസ് ജാക്കോയുടെ ഭാര്യ. അങ്ങനെ പിന്നെ ഇവന് കൊച്ചിലെ ഒരു 4 വയസ്സൊക്കെ ഉള്ളപ്പോ ഏതോ ഒരു സിനിമയില് അഭിനയിക്കാനായിട്ട് അപ്പ ഇവന്റെ പുറകെ നടന്നു, മോനെ അപ്പ കൂടെ വരാം, കൂടെ നിക്കാം, നീ ഒന്ന് നിന്നാ മതി, നിന്ന് തന്നാ മതി എന്നും പറഞ്ഞോണ്ട്. അപ്പൊ പോയി കാണുമല്ലേ? ഓരോ പ്രാവശ്യം ചോദിക്കുമ്പോഴും അവൻ പറയും എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമല്ല, ഞാൻ വരുന്നില്ല. ഒരാളെ കൊണ്ട് വരുത്തിയത് കേട്ടോ, അതുപോലെ പ്രായമില്ല, നമുക്ക് വെളിവില്ലല്ലോ. അന്നിങ്ങനെ പുറകെ നടന്ന് പറയുമായിരുന്നു. സത്യം കേട്ടോ, അന്നൊക്കെ അത് ഒരു പക്ഷേ പറ്റുമായിരുന്നു. ഫേസ് രജിസ്റ്റേർഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാ അല്ല, അപ്പോഴും ഞാൻ ചിന്തിക്കണ ഒരു കാര്യമുള്ളൂ. ഇപ്പൊ ആ ഒരു പ്രായത്തില് ഇപ്പം എന്റെ മോന്റെ പരുവത്തിലാണെങ്കിലും അവനെ ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിപ്പിച്ചാൽ അവൻ ചിലപ്പോൾ വളർന്ന് വലുതാവുമ്പോഴത്തേന് അങ്ങനെ ഒരു ഫേസ് ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. അവൻ വലുതാവുമ്പോ അവന്റെ ഫേസ് പോലും ആയിരിക്കില്ലല്ലോ.
അതിലൊരു വലിയൊരു ചാൻസ് ഒന്നുമില്ല. ഈ സോഷ്യൽ മീഡിയ വന്നേ പിന്നെയാണ് നിങ്ങളെയൊക്കെ തേടി എല്ലാരും വരുന്നത്. അതെ, തീർച്ചയായിട്ടും. നേരത്തെ ഒരു കുട്ടി എടുത്തിട്ടുണ്ടായിരുന്നു ഹോം ടൂറും, CV തൽസയിൽ എടുത്തിട്ടുണ്ടായിരുന്നു ഹോം ടൂറും ഒക്കെ ആയിട്ട്. അപ്പോ അന്നേരം ഞാൻ ആലോചിച്ച ഒരു കാര്യമേ ഉള്ളൂ, ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മളെ തിരക്കി ആരെങ്കിലും വരുന്നത്. അപ്പൊ അന്നത്തെ സമയത്ത് സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി ഈ പറഞ്ഞ പോലെ നെപ്പോക്കിഡായിട്ട് ചിലപ്പം 1-2 ചാൻസ് കിട്ടിയേനെ. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ തെളിയിച്ചാലേ ഉള്ളൂ. അതെ, ആദ്യത്തെ ഒരു 1-2 ചാൻസ് ചിലപ്പം അങ്ങനെ കിട്ടും, അത് ഉണ്ടായേനെ. പക്ഷെ ഇപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. എവിടെയെങ്കിലും ചെന്നിട്ട് ഇന്ന ആളുടെ മകനാണെന്ന് പറഞ്ഞിട്ട് ഹൃദ്യമായ ഒരു സ്വീകരണം നമ്മൾ പ്രതീക്ഷിച്ച പോലെ കിട്ടാതിരിക്കുകയോ കിട്ടിയിട്ടുണ്ടോ? രണ്ടുമുണ്ട്. രണ്ടുമുണ്ട്. രണ്ട് രീതിയിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ടുള്ളൂ. കാരണം നമ്മള് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാർ അവര് അന്നേരം വരെ ഉള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ആള് ഇല്ല എന്നൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ആളില്ല, അത്രേ ഉള്ളൂ. അത് അത്രയ്ക്കും അടുത്തുള്ള സുഹൃത്തുക്കളാണെങ്കിൽ മേ ബി നമുക്ക് കുറച്ചും കൂടെ ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടും. അവര് അത്രയും സ്നേഹത്തോടെ നമ്മളോട് പെരുമാറും. പിന്നെ ചിലര് കണ്ടതിൽ സന്തോഷം എന്നുള്ള രീതിയിൽ പെരുമാറും. ചിലർക്ക് പിന്നെ അതിന് എന്നുള്ള ചോദ്യം ഇന്നലെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതലും ശരിക്കും പറഞ്ഞാൽ ഇവിടെ നാട്ടിലുള്ള സമയത്ത് ഞാൻ കൂടുതലും ചാൻസ് ചോദിക്കാൻ പോയിട്ടുള്ളത് ആ ഒരു ലേബലിലല്ല. ആദ്യം ഞാൻ ആ ലേബൽ പറയാറില്ല. അത് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മളെ എന്തെങ്കിലും രീതിയിൽ അക്സെപ്റ്റ് ചെയ്യും എന്ന് തോന്നിയാൽ മാത്രമേ ഞാനത് പറയാറുള്ളൂ. കാരണം പലപ്പോഴും അത് പറയുമ്പോഴത്തേനും ഇവനെന്തോ അത് വെച്ച് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുന്നതുകൊണ്ട് അങ്ങനെ പറയാറില്ലായിരുന്നു ഒരു കാലം വരെ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ എന്തിനും മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഞാനത് പറയാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഞാൻ എന്തായാലും എൻ്റെ നില തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പം അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ സഹോദരി അടിപൊളിയായിട്ട് കളിച്ചു. എനിക്ക് അച്ഛനെ പോലെ ഡബ് ചെയ്താൽ മതി. അല്ല, ആ പരിപാടി ഉണ്ട്. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാനും ഡബിങ് ചെയ്തിട്ടുണ്ട് കുറച്ച്. ചില സീരിയലിനും ഷോർട്ട് ഫിലിംസിനും വോയിസ് ഓവറും അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അവിടെയും ഒരു വോയിസ് ഓവർ റീസെന്റ് ഞാൻ ചെയ്തായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളുണ്ട്. ശബ്ദം വെച്ച് തന്നെ നമ്മളും എന്തെങ്കിലുമൊക്കെ ആക്കണമെന്ന് വിചാരിക്കും. ഞാനങ്ങനെ ആഗ്രഹം പറഞ്ഞ കേട്ടോ, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നല്ല. പിന്നെയും കുറച്ചും കൂടെ ശബ്ദം എവിടെയെങ്കിലും കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അഭിനയിക്കാൻ എനിക്കൊരു ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടെന്നാണ്. ഞാൻ തന്നെ ഇങ്ങനെ റീലൊക്കെ എടുക്കുന്നല്ലാതെ അങ്ങനെ ഭയങ്കരമായിട്ട് അഭിനയിക്കണം എന്നൊരു ആഗ്രഹമില്ല. കുട്ടി അഭിനയിക്കും. അല്ല, അവളുടെ ഒരു ഏറ്റവും അടുത്തൊരു കൂട്ടുകാരിയുണ്ട്. പുള്ളിക്കാരിയുടെ ഒരു പേജിന് വേണ്ടിയിട്ട് അഭിനയിച്ച് പ്രൊമോഷൻ വീഡിയോ ചെയ്തു. അത് ചെയ്ത് ഞാനത് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോ എന്റെ പല ഫ്രണ്ട്സും ചോദിച്ചു, ഡബിങ് ആർട്ടിസ്റ്റ് ആണോ, ഡബിങ് ചെയ്യാൻ താല്പര്യമൊക്കെ ഉണ്ടോ, വോയിസ് ഓവർ ചെയ്തതാണ്. ഇത്രയും നാളായിട്ടും ഈ ഒരു 3-4 മാസം ആവുള്ളൂ ആ വീഡിയോ ഇറങ്ങിയിട്ട്. പക്ഷെ ആ വീഡിയോക്ക് ഭയങ്കര നല്ല റെസ്പോൺസ് ആയിരുന്നു. അതുപോലെ ചിലപ്പം ശബ്ദമൊക്കെ കൊടുക്കാൻ ചേട്ടനെ കൂട്ടിയിട്ട് അഭിനയിക്കാമല്ലോ. ഞാൻ വഴിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 4-ാം വയസ്സിൽ അഭിനയിക്കാൻ വിളിച്ച പോലെ ഇരിക്കുന്നു, ജിക്കു വിളിച്ച പോലെ ഇരിക്കുന്നു. ജിലു എനിക്ക് പറ്റത്തൊന്നുമില്ല, പറ്റത്തില്ല എന്നല്ല, ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. തന്നെ ഇപ്പൊ നമ്മള് റീൽ എടുക്കുന്ന കൂട്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ ഇല്ല, പറയാൻ പറ്റത്തില്ല. നമ്മളിപ്പം എത്ര ശ്രമിച്ചെന്ന് പറഞ്ഞാല് മേ ബി പറയുന്ന കുറച്ച് ഭാഗ്യം തലേ വരാന്നൊക്കെ പറയുമല്ലോ, അതും കൂടി വേണം. അപ്പൊ അതും കൂടി ഉണ്ടെങ്കിൽ ഈ എന്തെങ്കിലും ചിലപ്പം കുറച്ച് നല്ല രീതിയിൽ ചോദിക്കട്ടെ, നമ്മള് ജീവിതത്തിൽ കണ്ടുമുട്ടുമെന്ന് വിചാരിച്ചവരാണ്. അല്ല, ഞാൻ ഇവിടെ വരെ എത്തിയില്ലേ, അതെന്റെ തലയൊരു നിങ്ങളുടെ കഷ്ടകാലം എന്തോ. കല്യാണം ആയില്ലല്ലേ? കല്യാണം കഴിച്ചില്ല ഇതുവരെ. കല്യാണം കഴിച്ചില്ല. കെട്ടിക്കാൻ അങ്ങോട്ട് തന്നെ കെട്ടുവാണ് എന്ന് വെച്ചാൽ അവക്ക് പറ്റും എന്ന് തോന്നുന്ന ഒരാൾ വരുമ്പോ കെട്ടും. ഇതൊക്കെ സ്വന്തമായിട്ട് പറയണ്ട, അമ്മയെ കൊണ്ടാണോ ഡബ് ചെയ്യിക്കുന്നത്? അല്ലേ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോ പറ അല്ലേ. ഇത് നമ്മളൊരു നിലപാടെടുക്കുമ്പോ അമ്മയെ കൊണ്ട് ഞാൻ പറയാം. ഞാൻ എപ്പോഴും പറഞ്ഞു കേട്ട ഡയലോഗ് അതിലെ കാര്യം എന്താന്ന് വെച്ചാല് അമ്മ അങ്ങ് ഫുൾ സപ്പോർട്ട് ചെയ്തതാ. അങ്ങനെ ചോദിക്കണ്ട, ഇതാണ് ആരാ എന്റെ കല്യാണം കഴിച്ചത്. ഞാൻ എപ്പോഴും പറഞ്ഞു കേട്ട അമ്മ ഇതിങ്ങനെ ബൈഹാർട്ട് ചെയ്ത് മറ്റേ മോളുടെ കല്യാണം അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ. ശരിക്കും അത് തന്നെയാ. തുടക്കത്തിൽ ഇപ്പൊ നമുക്കൊരു 25-26 വയസ്സാകുമ്പോഴേക്കും എല്ലാരും ചോദിക്കുമല്ലോ. അപ്പൊ അമ്മ ഇങ്ങനെ തപ്പുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ വീട്ടിലെ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഇങ്ങനെ അമ്മ ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ പറയുമ്പോ ഇതേ ഡയലോഗ് ഞാൻ പറയുമായിരുന്നു. പിന്നെ ഇപ്പൊ എനിക്ക് ജഗതിന്റെ ഡയലോഗ്
അമ്മേന്റെ ആര് ചോദിച്ചാലും അമ്മ അത് പഠിച്ചു വെച്ചേക്ക്. ഇപ്പൊ ഒരു 5-6 വർഷമായിട്ട് അമ്മ അത് തന്നെയാ പറയുന്നത്. പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ടായി ഞാൻ പറയാം. ഇനി ഞാൻ പറയാം. അമ്മയ്ക്ക് അതിപ്പോ അത് അമ്മ ആദ്യം പറഞ്ഞാൽ ചിലപ്പോ ഭയങ്കര സങ്കടത്തോടെ ആയിരിക്കും കേട്ടോ. എല്ലാവരും അമ്മയോടായിരിക്കും ഈ ചോദ്യം ചോദിക്കുന്നത്. അത് സത്യമാണ്. അമ്മ സങ്കടത്തോടെ ആയിരിക്കും. ഞാൻ കല്യാണം കഴിച്ചതും കുറച്ച് ഈ പറയുന്ന സാധാരണ ആൾക്കാർ നോക്കുന്നതിൽ നിന്നും കുറച്ചും കൂടെ പ്രായം കഴിഞ്ഞിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. അപ്പൊ അതുവരെ ഇങ്ങനെ കാണുന്നവരിൽ മോന് കല്യാണം ഒന്നും ആയില്ലേ ചോദിക്കും. അയ്യോ എന്റെ മകൻ എന്തോ സംഭവിച്ചു. അല്ല അന്നൊക്കെ അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. അവസാനത്തെ ലീവിന് ഞാൻ വന്നിട്ട്, അതായത് കല്യാണത്തിന് മുന്നേ അവസാനത്തെ ലീവിന് ഞാൻ വന്നപ്പോഴത്തേന് ഞാൻ വലിയ പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ടാണ് ഞാൻ പോയത്. ഞാൻ പറഞ്ഞു എന്റെ ജീവിതത്തിൽ കല്യാണം എന്നൊരു വാക്ക് മിണ്ടരുത്, ഇനി എനിക്ക് കല്യാണം വേണ്ട എന്നും പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. അല്ല അത് ആ പോയിട്ട് അതിന്റെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ ആ പോയിട്ട് അതേ വർഷം തന്നെ ഞാൻ കല്യാണം കഴിച്ചു. തലേവര എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഞങ്ങള് തമ്മില് എന്റെ ഈ ഫ്രണ്ട്, ഇവളുടെ കസിൻ എന്ന് പറയുന്ന ആള് ബ്രാഡ്ലി എന്ന പേര്, അവനും ഞാനും സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് ഞങ്ങള് പരിചയമുള്ളവരാണ്. അപ്പൊ ഞങ്ങള് ഫ്രണ്ട്സ് ആണ്. ഞാൻ അവന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ഞാൻ പല സമയത്തും അവന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ഓരോരോ ഫെസ്റ്റിവൽസിന് എല്ലാത്തിനും പോയിട്ടൊക്കെ ഉണ്ട്. പലപ്പോഴും ഇവളും ഇവളുടെ അമ്മയും അവിടെ ആ വീട്ടിലുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. അവന്റെ കല്യാണത്തിന് ഞാൻ കണ്ടിട്ടില്ല, എൻഗേജ്മെന്റിന് ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. പക്ഷെ ഇതിലെല്ലാം ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. എന്നിട്ട് കറങ്ങി തിരിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ കറങ്ങി പറഞ്ഞത് തലേവര എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. നമ്മൾ എത്ര വേണ്ടാന്ന് വിചാരിച്ചാലും അത് കറങ്ങി തിരിഞ്ഞ് കറക്റ്റ് ആയിട്ട് കൊണ്ട് ജോയിൻ ചെയ്യും. അതുപോലെ തന്നെയാണ് ജോയിൻ ചെയ്യുമ്പോ ഇത് എന്താണെന്നറിയാം, എന്റെ ചോദ്യമല്ല കേട്ടോ അത്. ഞാൻ സത്യമായിട്ട് ജിലു കല്യാണം കഴിക്കുന്നില്ലെന്ന് ഞാനല്ല ചോദിച്ചത്. ഇതിന്റെ താഴെ ജിലുവിനോട് കമന്റ് വരും, ആ കുട്ടി കല്യാണം കഴിച്ചതല്ലേ, എന്താണ് കല്യാണം കഴിക്കാത്തതെന്ന് താല്പര്യമുണ്ടോ? ഞാൻ പറയില്ല. സ്വാഭാവികം. എനിക്ക് അവിടെ ചെന്നിട്ട് അവിടെ അതിന്റെ ഈ കമന്റ് എഴുതാൻ പറ്റുമോ? ഇല്ല, ആ കുട്ടി എന്നോട് പേഴ്സണൽ ആയിട്ട് സംസാരിച്ചിരുന്നു, കല്യാണ കാര്യങ്ങൾ ചോദിക്കരുതെന്ന് പറയാൻ പറ്റില്ല. പബ്ലിക്കായിട്ട് പറഞ്ഞോ കുഴപ്പമില്ല. അതാണ് ഞാൻ ചോദിച്ചിട്ടില്ല. സമയമാകുമ്പോ ഈ പറഞ്ഞ പോലെ ആ കണക്ഷൻ വരുന്ന സമയത്ത് കുട്ടി കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടുന്നു. വയസ്സും ഫോൺ നമ്പറൊക്കെ പിന്നെ തരാം. ജോലി സ്ഥലം പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. മനോരമ ഓൺലൈനിന്റെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ സീനിയർ ക്വാളിറ്റി അഷുറൻസ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യും. എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായി. കുട്ടി കോട്ടയത്തുണ്ട്. മനോരമ ആർക്കെങ്കിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ സീറ്റ് നമ്പർ കൂടെ പറഞ്ഞു കൊടുക്കണം. മോന്റെ കല്യാണമായി, കൊച്ചുമായി, മോളെ എന്തുകൊണ്ട് കേട്ടിട്ടില്ല? എപ്പോഴും എല്ലാരും എന്റെ അടുത്ത് ചേട്ടൻ എന്തോ ചെയ്യാത്ത പോലെയാണ് എന്നിട്ട് ചോദിക്കാതെ. ചേട്ടൻ കല്യാണം കഴിച്ചു, കുട്ടി ഉണ്ടായി, അല്ലെങ്കിൽ കുഞ്ഞുമാവായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു, ഞാനെന്തോ സങ്കടപ്പെട്ടിരിക്കുന്ന പോലെ എല്ലാരും ചോദിക്കുന്നു. പക്ഷെ സങ്കടത്തിലല്ല. പ്രണയനൈരാശ്യമൊക്കെ ഉണ്ടോന്നൊക്കെ ചോദിച്ചായിരുന്നോ? ഇല്ല, അല്ല ചുമ്മാ അതിന്റെ ഒരു ചോദ്യം വ്യക്തമാക്കണം. ആർക്കും അത് 3 പേരുണ്ട്. ഞാനത് ആലോചിച്ചു, നമ്മളിൽ ആരുടെ ഞാൻ കുട്ടിയിലായിരുന്നു ഫോക്കസ് ചെയ്തത്. അല്ല, അവരും പെട്ടെന്ന് ചോദിക്കും അതുകൊണ്ടാണോ? അല്ല, അതുകൊണ്ടല്ല. വിചാരിക്കരുത്, അങ്ങനെയല്ല. സിനിമയ്ക്കകത്ത് ബിജുമേനോൻ പറയുന്ന പോലെ പറ്റിയ ഒരാളെ കിട്ടി ഇപ്പൊ കിട്ടും. അതന്നെ, എന്റെ അമ്മ എനിക്ക് താല്പര്യം പറ്റിയ ഒരാൾ ഒത്തുവന്ന് ഇപ്പൊ കിട്ടും. സേഫ് സോണിൽ ഇരിക്കുന്നവരൊക്കെ ഓക്കെ അല്ലേ? സേഫ് അല്ലേ? പിന്നെ ഞാൻ പറഞ്ഞാല് ചെറുപ്പത്തിലാണെങ്കിലും ഞങ്ങൾ തമ്മിൽ ഇച്ചിരി ഏജ് ഡിഫറൻസ് ഉണ്ട്. എനിക്കറിയാം, 2ാം ക്ലാസ് 7 വയസ്സ്, ഞങ്ങൾ തമ്മിൽ 7 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവള് നല്ല പ്രായം എത്തുന്നതിന് മുന്നേ അപ്പയും മരിച്ചതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഈ പറഞ്ഞ പോലെ അഭിപ്രായം എന്താണോ ഓക്കെയാണ്. പഠിക്കണ കാര്യത്തിലായാലും അല്ലാതെ ആണെങ്കിലും നമ്മൾ ഓക്കെയാ. ഞങ്ങള് പോലും അപ്പയിലൂടെയാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. അടുത്തത് നിങ്ങളിലൂടെ ഞങ്ങൾ ഇവിടെ എത്തട്ടെ. വീണ്ടും സിനിമയിലൊക്കെ അഭിനയിച്ച് വരുന്നടാ രോമാഞ്ചം അല്ലേ? അമ്മ പറഞ്ഞ പോലെ അച്ഛനൊരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പോകുമ്പോ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അമ്മ, നിങ്ങൾ മക്കൾക്ക് നിങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ട്, കാര്യങ്ങളുണ്ട്, പക്ഷെ അവരെ സംബന്ധിച്ച് അത് ഒരുപാട് സ്ട്രഗ്ലിങ്ങിലൂടെ കടന്നു വന്ന സമയമാണ് അല്ലെ? എങ്ങനെയായിരുന്നു സ്ട്രഗ്ലിംഗ് ഒക്കെ? അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ. പിന്നെ കുറെ മെന്റൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു, കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ദൈവം എങ്ങനെയൊക്കെയോ അങ്ങ് കൊണ്ടുപോയി, അങ്ങനെ പറയാനേ പറ്റുള്ളൂ.
അപ്പം പുതിയ പടങ്ങളൊക്കെ ഇറങ്ങുന്നതൊക്കെ കാണും. വീണ്ടും സിനിമ എപ്പോഴൊരു മോഹിപ്പിക്കുന്ന അത് സംശയമില്ലാത്ത കാര്യമാണ്. ഇറങ്ങുന്ന എല്ലാ സിനിമയും കണ്ടില്ലെങ്കിൽ അമ്മയ്ക്കൊരു വിഷമമാണ്. കുറച്ച് നാള് ഞങ്ങളുടെ കൂടെ അവിടെ ഉണ്ടായിരുന്നു, അബുദാബിയിൽ ഉണ്ടായിരുന്നു അമ്മ. അപ്പൊ അവിടെ ഇരിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പോയി സിനിമ കാണാൻ പറ്റുന്നില്ല. അപ്പൊ സിനിമ കൊച്ചുള്ളതുകൊണ്ട് ഇവനെ കൊണ്ട് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നാട്ടുകാർ തന്നെ ഓടിക്കും. അപ്പൊ അത് കാരണം അല്ലെങ്കിൽ അവിടെ കുഞ്ഞു പിള്ളേരെ കൊണ്ടുവരുന്നുണ്ട്, റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ട്. അത് കാരണം ഞങ്ങൾ അധികം അങ്ങനെ പുറത്ത് പോയി സിനിമ കാണുന്നത് കുറവാണ്. ഓൺലൈനിൽ വരുമ്പം OTT വരുന്നതൊക്കെ കാണുന്നത്. ചില സിനിമയൊക്കെ മിസ്സായി പോകുമ്പോ അയ്യോ ഇനി അത് എപ്പോ OTT വരും, എപ്പോഴെങ്കിലും ഒക്കെ വരും, അന്നേരം കാണാം. അത് വേറൊന്നുമല്ല, അത് കുറെ നാളായി സിനിമ പപ്പയാണെങ്കിൽ എപ്പോഴും അതിനെ കുറിച്ചല്ലേ പറയുന്നത്. ഒരു സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സിനിമയെ കുറിച്ച്, അടുത്ത സൗഹൃദങ്ങളെ കുറിച്ചും ഒക്കെ ആയിരിക്കുമല്ലോ. ഏറ്റവും അടുത്ത കൂട്ടുകാരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമയില്? ശ്രീനിച്ചേട്ടൻ അടുത്ത, പിന്നെ ഈ നെടുമുടി വേണുചേട്ടൻ, നൂറിനാട് രാമചന്ദ്രൻ, കുട്ടിപ്പട്ടാളം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഈ കുട്ടികളുടെ ഒരു സിനിമയൊക്കെ സംവിധാനം ചെയ്ത ആൾ. അങ്ങനത്തെ കുറേ സിനിമകൾ. പിന്നെ GS പണിക്കർ, അത് ഭയങ്കര അടുത്ത കൂട്ടായിരുന്നു. അവരെപ്പോഴും ഒരുമിച്ചിട്ടായിരുന്നു. പണിക്കരുടെ സിനിമയിലൊക്കെ ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. പാണ്ഡവപുരം എന്നൊക്കെ പറഞ്ഞു. നമ്മൾ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ഒറ്റയ്ക്കാകുമ്പോൾ നമുക്ക് ആരെങ്കിലും വീട്ടിലാരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അപ്പം മരിച്ചു എന്ന് പറയാൻ നമുക്കൊരു എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. അച്ഛനമ്മ ചേട്ടൻ ചേച്ചി എന്ന് പറയുമെങ്കിലും രണ്ടാമത് ഒന്നുകൂടെ അയ്യോ അപ്പനെ പറഞ്ഞില്ലല്ലോ, മരിച്ചെന്ന് പറയാൻ നമുക്ക് ഇപ്പോഴും നാക്ക് പൊങ്ങില്ല ചില സമയം. അതൊരു വല്ലാത്തൊരു ഫീല് തന്നെയാണ്. അപ്പം എന്തായാലും കണ്ടതിലും നിങ്ങളോടൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞാലും ഭയങ്കര സന്തോഷം. താങ്ക് യു.